മായം കലർത്തിയതായി സംശയിക്കുന്ന 6500 ലിറ്റർ വെളിച്ചെണ്ണയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ആലപ്പുഴ ഹരിപ്പാട് തുലാംപറമ്പിൽ പ്രവർത്തിക്കുന്ന ഹരിഗീതം എന്ന ഓയിൽ മില്ലിൽ നിന്നാണ് ഈ എണ്ണ പിടിച്ചെടുത്തിരിക്കുന്നത്. എണ്ണയുടെ പരിശോധനാ ഫലം ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. ഇന്നലെ കൊല്ലത്ത് നിന്നും വ്യാപകമായി എണ്ണ പിടികൂടിയിരുന്നു. പ്രതികരണത്തിലേക്ക് ആദ്യം. ആലപ്പുഴ ഹരിപ്പാട് മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കുന്ന ഹരിഗീതം കോക്കനട്ട് ഓയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ പരിശോധനയ്ക്കായി വന്നു. ഈ സ്ഥാപനത്തിനെതിരെ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയത്. ഇവിടെ നിയമപ്രകാരമല്ലാതെ ഭക്ഷ്യ എണ്ണ വിൽപ്പന നടത്തുന്നതും വിതരണം ചെയ്യുന്നതും കണ്ടെത്താൻ സാധിച്ചു. ഭക്ഷ്യ എണ്ണകൾ കണ്ടെയ്നറിൽ അല്ലെ പാക്കറ്റിൽ നിയമപ്രകാരമുള്ള ലേബൽ പതിച്ചതിന് ശേഷമേ വിൽപ്പന നടത്തുകയോ വിതരണം ചെയ്യുകയോ വിതരണത്തിനായി സൂക്ഷിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ അത് ഇവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. രഘു, ഈ അതിന്റെ പാക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് അവർ പറഞ്ഞത്. ഇനി ഈ എണ്ണയിൽ ഏത് നിലയിലാണ് മായം എന്നത് അറിയാനാണ് ആളുകൾ കാത്തിരിക്കുന്നത്. അതിൻ്റെ പരിശോധനാ ഫലം എപ്പോഴെത്തും? ഈ ഓണക്കാലത്ത് നമ്മൾ ഒരുപാട് വ്യാജെണ്ണ കുടിക്കേണ്ടി വരും. കാവറുത്തതും ചക്കവറുത്തതും ഒക്കെ ഈ വ്യാജെണ്ണയിലായിരിക്കും ഇനി ഉണ്ടാകാൻ സാധ്യത. അതെ ദേവിഷ, ഓണക്കാലമായതുകൊണ്ട് തന്നെ ഉപ്പേരി വറക്കാത്ത വീടുകളില്ല. എണ്ണയ്ക്ക് വലിയ രീതിയിലുള്ള ചെലവുണ്ട്. ദിവീഷ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ എണ്ണവില റോക്കറ്റ് പോലെയാണ്. സർക്കാർ വിപണി ഇടപെടലൊക്കെ നടത്തുമെന്ന് പറയുകയും ഇന്നലെ ഞാൻ വാങ്ങിയത് 520 രൂപയ്ക്കാണ് 1 ലിറ്റർ വെളിച്ചെണ്ണ. സമാനമായ രീതിയിൽ എല്ലായിടത്തും 450-നും 500-നും ഇടയിലാണ് വെളിച്ചെണ്ണ വില. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥ പരമാവധി മുതലാക്കാൻ വ്യാജൻ എത്തും എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും സർക്കാരിനുമൊക്കെ കൃത്യമായ ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി സംസ്ഥാനത്ത് വ്യാപകമായ രീതിയിലുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയാവറമ്പ് ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിലെ ആയാവറമ്പ് തുലാംപറമ്പ് വടക്കുള്ള ഓയിൽ നിർമ്മാണ യൂണിറ്റിലായിരുന്നു പരിശോധന. ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ തന്നെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് പരസ്യവാചകം, അതായത് എണ്ണ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് എന്ന് പറയുന്ന രീതിയിലുള്ള പരസ്യവാചകം ഒട്ടിച്ച കവറിലായിരുന്നു ഇവിടെ നിന്ന് എണ്ണ വിറ്റിരുന്നത്. എന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം കന്നാസുകളിലും ക്യാനുകളിലുമൊക്കെയായി എണ്ണ എത്തിച്ചിരുന്നു. അതിലാണെങ്കിൽ ലേബലൊട്ട് ഉണ്ടായിരുന്നുമില്ല. എന്ന് മാത്രവുമല്ല, ഇത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്, ചില നിർദ്ദേശങ്ങളുണ്ട്. അതൊട്ട് പാലിച്ചുമില്ല. ഈ ക്യാനുകളൊക്കെ സൂക്ഷിച്ചിരുന്നത് ലോറിയിലും മറ്റുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 6500 ലിറ്റർ എണ്ണ പിടിച്ചെടുത്തത്. ഇത് വ്യാജ എണ്ണയാണോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഇതിൻ്റെ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ ഇത് വ്യാജ എണ്ണയാണോ അല്ലെങ്കിൽ നല്ല എണ്ണയാണോ എന്ന് പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ. എന്നാൽ നിലവിൽ സംസ്ഥാനത്തുള്ള മാനദണ്ഡം ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ എണ്ണ വിറ്റത് എന്നുള്ള കാര്യം പരിശോധനയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്.